സാലി കിച്ചൺ. ഇന്നൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിനായാലും 4 മണി പലഹാരമായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പത്തിലാണ് കാണിക്കുന്നത്. പത്തിൽ മീൻസ് നമ്മുടെ നാട്ടിൽ പറയുന്നതാണ്. മുട്ടപ്പത്തിൽ എന്ന് പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുട്ടദോശ എന്ന് പറയാം. എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. 5 മിനിറ്റൊക്കെ മതി. ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബാറ്ററിന് വേണ്ടിയിട്ട് ഒരു മിക്സി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/4 കപ്പ് മൈദയാണ് ഇതിന് കറക്റ്റ് ഒരു അളവ് കിട്ടുന്നത്. ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ എന്നിട്ട് നമുക്ക് മിക്സി അടച്ച് വെച്ചിട്ട് ഒട്ടും കട്ടകളില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഇതേപോലെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്നാൽ നമുക്ക് പത്തിൽ ചുട്ടെടുക്കേ വേണ്ടൂ. ഈസിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. താഴ്ഭാഗത്ത് എണ്ണയൊന്നും തടവി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1.5 തവി നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. നല്ല നേർങ്ങനെ വേണമെങ്കിൽ നല്ല നേർങ്ങനെ ചുട്ടോളൂ. അധികം തിക്നെസ് ആക്കേണ്ട. അപ്പോൾ വേവാത്തൊരു പ്രശ്നവും ഉണ്ടായും ചെയ്യും. പിന്നെ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ നമ്മൾ ദോശയിൽ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. 1 ടീസ്പൂണോളം നെയ്യ് ഇതുപോലെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് കാര്യമായിട്ട് ചട്നിയോ അങ്ങനെ കറികളോ ഒന്നും ഇല്ലല്ലോ. നമ്മളിത് പ്ലെയിൻ ആയിട്ട് കഴിക്കുന്നില്ല. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണമെങ്കിൽ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ പുറത്ത് കുറച്ച് തേങ്ങയും കൂടി വിതറി കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷനിലാണ്. കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതാ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതുപോലെ പാനിൽ ഇങ്ങനെ ഇളകി വരും. അപ്പോൾ നമുക്ക് പാനിന് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. നമ്മുടെ മുട്ടപ്പത്തിൽ ഇവിടെ റെഡിയായി. പ്രത്യേകിച്ച് കറികളെ ഒന്നും ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. മടിയന്മാർക്കൊക്കെ പറ്റിയ നല്ല റെസിപ്പിയാണ്. പിന്നെ അതല്ല, ഇത് നല്ല ചൂടോടെ തന്നെ കഴിക്കണം. അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് തേങ്ങയൊക്കെ ഒഴിവാക്കിയിട്ട് പ്ലെയിൻ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. പഞ്ചസാര ഒഴിവാക്കിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ലൈക്ക് ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്യാനും. താങ്ക്